ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഒരു 7-8 പെരുങ്കള്ളികൾ ചേർന്ന് വമ്പൻ സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഉള്ളൊരു മ്യൂസിയത്തിൽ നിന്നും കോടികൾ വിലമതിക്കുന്ന ഒരു ഡയമണ്ട് നെക്ലസ് അടിച്ചു മാറ്റാൻ പ്ലാൻ ചെയ്യുന്നു. അവരുടെ പ്ലാൻ വിജയിച്ചോ ഇല്ലയോ എന്നത് വളരെ രസകരമായി പറയുന്ന ഒരു റോബറി മൂവിയാണ് 2018 റിലീസ് ചെയ്ത ഓഷ്യൻ 8 എന്ന അമേരിക്കൻ കോമഡി ത്രില്ലർ. ഒരുപാട് നാളായി നമ്മളൊരു റോബറി മൂവി കണ്ടിട്ട് ഇന്നൊരു വെറൈറ്റി പിടിക്കാന്ന് വെച്ചു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെടും. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ജയിൽ പുള്ളിയെ പരോളി വിടാൻ പോവുകയാണ്. ആ ജയിൽ പുള്ളിയാണ് നമ്മുടെ കഥയിലെ നായിക. ഒരു ഫ്രോഡ് ചീറ്റിംഗ് കേസിൽ പെട്ട് ഇപ്പൊ 5 വർഷമായിട്ട് തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിലിൽ വളരെ നല്ല കുട്ടിയായി, നല്ല സ്വഭാവമുള്ള തടവുപുള്ളി ആയതുകൊണ്ട് തന്നെ കോടതി അവൾക്ക് പരോള് കൊടുക്കാൻ തീരുമാനിച്ചു. പരോളി പോയിട്ട് നീ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറ്റിപ്പോയതെല്ലാം എന്റെ മിസ്റ്റേക്കാണ്, ഒരു തെറ്റായ കൂട്ടുകെട്ടിൽ നിന്നും സംഭവിച്ചാണ് എനിക്കിതെല്ലാം. എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അവനും കുറ്റവാളിയായിരുന്നു. അവന്റെ സഹോദരിയായിട്ട് പിറന്നു തന്നെ ഞാൻ ചെയ്ത വലിയൊരു പാപമാണ്. എനിക്കൊരു സാധാരണ ജീവിതം മതി, ജോലി ചെയ്യുക, ആ ശമ്പളം കൊണ്ട് ജീവിക്കുക, സാധാരണ സുഹൃത്തുക്കള്, വീക്കെൻഡിലൊരു ഡിന്നർ, അത്രേ വേണ്ടു. ഒരു സിമ്പിൾ ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് വളരെ സെന്റിയായിട്ട് അവളിങ്ങനെ പറയാം. ഇതെല്ലാം പരോള് കൊടുക്കുന്ന ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ പരോള് കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന പെണ്ണിന്റെ രൂപമാറ്റം കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും ജഗജാല കില്ലാടിയാണെന്ന്. അവിടുത്തെ ഒരു പോലീസുകാരിക്ക് അറിയാം നമ്മുടെ പെണ്ണ് ഫ്രോഡാണെന്ന്. സിമ്പിൾ ലൈഫ് വേണമെന്ന് പറഞ്ഞ് നീ ഓഫീസർമാരെ പറ്റിച്ചല്ലേ, സത്യമായിട്ട് സിമ്പിൾ ലൈഫിനാണോ നീ പോകുന്നത്? അവള് ചിരിച്ചോണ്ട് പറയും, 5 വർഷമായി ഞാനൊരു സിമ്പിൾ ലൈഫിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യായിരുന്നു. വേണമെങ്കിൽ കണ്ടോളൂ, നിങ്ങൾ തന്നെ അതിശയിക്കുന്ന ഒരു മാറ്റാണ് എനിക്ക് വരാൻ പോകും. അവളുടെ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു വാച്ചും ഉണ്ടാവും. നല്ല വാച്ചാണല്ലോ, ഇത് എവിടുന്നാ വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഞാൻ വാങ്ങിച്ചല്ല, കട്ടെടുത്താണ്, ഇതെന്റെ സഹോദരന്റെ ആണ്, അവനും കട്ടെടുത്തിരുന്നു, അവന്റെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റി. നീ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, എന്റെ കയ്യിൽ ഇനി ആകെ $45 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എങ്ങനെയാ ജീവിക്കാൻ പറ്റുന്നത് ഞാൻ നോക്കട്ടെ, എന്തേലും ചെയ്ത് ജീവിച്ചോളാന്നും പറഞ്ഞിട്ട് ഇവള് ജയിലിൽ നിന്ന് ഇറങ്ങാണ്. നേരെ ആദ്യമേ പോകുന്നത് മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഷനറി ഷോപ്പിലേക്ക്. അവിടെ ചെന്ന് വേണ്ടതെല്ലാം അവള് പെറുക്കിയെടുക്കും. എന്നിട്ട് നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയിട്ട്, ഞാനിത് ഇന്നലെ വാങ്ങിച്ച എനിക്കിതൊന്നും വേണ്ട, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ ബില്ലിംഗ് സെക്ഷനിൽ ലേഡി, തീർച്ചയായിട്ടും മാഡം, നിങ്ങളുടെ കയ്യിൽ റെസിപ്റ്റ് ഉണ്ടോന്ന്. അതിന് നമ്മുടെ പെണ്ണ്, റെസിപ്റ്റ് എന്തിനാ, ഞാനിത് തുറന്നിട്ട് പോലുമില്ല, ഈ റെസിപ്റ്റ് ഒക്കെ തേടി പിടിക്കാൻ പറ്റുമോ, ഇതിപ്പോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ ആ പെണ്ണ് പറയും, സോറി മാഡം, എനിക്കതിനുള്ള പെർമിഷൻ ഇല്ല, നിങ്ങളൊരു കാര്യം ചെയ്യോ, 6th ഫ്ലോറിൽ ക്ലയന്റ് സർവീസസ് ഉണ്ട്, അവിടെ ചെന്ന് അവിടുത്തെ സ്റ്റാഫിനെ കാണൂ. അത് കേട്ട നമ്മുടെ പെണ്ണ് ചൂടായിട്ട്, ഇതിനു വേണ്ടി ഞാൻ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അലയണോ? വേണ്ട, വിട്ടേക്ക്, കുറച്ച് $, അല്ലേ, അത് ഞാൻ തോട്ടി കളഞ്ഞാന്ന് വിചാരിച്ചോളാം. അവരുടെ ഒരു ഷോപ്പും ഉണ്ട്, സർവീസും ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ക്യാരി ബാഗെങ്കിലും താടി പെണ്ണേന്നും പറഞ്ഞിട്ട് ഇവള് ക്യാരി ബാഗും വാങ്ങിച്ച് സ്റ്റൈലായിട്ട് ഇറങ്ങിപ്പോവാണ്. ഇതേപോലെ 4-5 കടയിലും അവള് തിരിടിയിട്ടുണ്ട്. അങ്ങനെ തിരുട്ടുപ്പായാലും നേരെ അടുത്തൊരു ഹോട്ടലിലേക്ക് വരാണ്, വലിയ സ്റ്റാർ ഹോട്ടൽ. കയറി വരാൻ നേരത്തെ തന്നെ ഒരു കപ്പിൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. റിസപ്ഷനിസ്റ്റ് അവരുടെ റൂം നമ്പറൊക്കെ ചോദിച്ചിട്ട്, താമസം സുഖമായിരുന്നോ, എന്റെ പേരിതാണ്, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ഹീറോയിൻ ആ കപ്പിൾ ഇറങ്ങിപ്പോയി കുറച്ചു നേരം കഴിയുമ്പോൾ റിസപ്ഷനിലേക്ക് വിളിച്ച്, ഹലോ മോണിക്ക, ഞങ്ങളിപ്പോ റൂം വെക്കേറ്റ് ചെയ്ത കപ്പിളാണ്, ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിപ്പോയി, അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഹോട്ടലിലേക്ക് തന്നെയാണ് വരുന്നത്, ഞങ്ങൾ ഓൾറെഡി താമസിച്ചിരുന്ന അതേ റൂം ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ റിസപ്ഷനിസ്റ്റ്, ഷുവർ മാഡം, അതേ റൂം തന്നെ നിങ്ങൾക്ക് തരാം, അത് മറ്റാരും എടുത്തിട്ടില്ല, നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ പെണ്ണ്, ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ടേ വരുള്ളൂ, നിങ്ങളൊരു മെയ്ഡിനെ വിട്ട് ആ റൂം ക്ലീൻ ആക്കുമെന്ന് പറയും. റിസപ്ഷനിൽ ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരൊരു മെയ്ഡിനെ ഇവരാ 208 മുറിയിലേക്ക് വിടും. മെയ്ഡ് പോയ ഉടനെ തന്നെ പുറകെ നമ്മുടെ പെണ്ണ് ചെന്നിട്ട് പോണ വഴിയെ ഒരു കോട്ടും ആരുടെയോ ഒരു സൂട്ട് കേസും എടുത്തിട്ട് ലിഫ്റ്റിൽ കയറി നേരെ ആ കപ്പിളുടെ മുറിയിലേക്ക് വരാണ്. ജോലിക്കാരി ഉള്ളതുകൊണ്ട് തന്നെ റൂം തുറന്നു കിടക്കായിരിക്കുമല്ലോ. സോ ഇവളകത്ത് കയറിയിട്ട്, ചേച്ചി ഞാൻ വളരെ ടയേർഡാണ്, എനിക്കൊന്ന് കിടക്കണം, ബാക്കിയുള്ള പണി പിന്നീട് വന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവള് മെയ്ഡിനെ പറഞ്ഞോടും. എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ ജീവിതം. ഞാനും ഇങ്ങനെ ഒരു ലളിതമായ ജീവിതം ആഗ്രഹിച്ചിട്ടുള്ളൂ, ആരെയും ഉപദ്രവിക്കാതെ. ഇതേ രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അങ്ങേരെ എല്ലാ സ്റ്റാർ ഹോട്ടലിലും ചെന്ന് മുറിയെടുത്ത് നല്ലോണം കഴിച്ചിട്ട് പോകാൻ നേരത്ത് റിസപ്ഷനിൽ നിന്ന് ഒരു ലാപ്ടോപ്പും വാങ്ങിയിട്ട് ഇറങ്ങിപ്പൊക്കളെ. വളരെ സമാധാനപരമായ ഒരു സിമ്പിൾ ലൈഫ്. ഇനി അടുത്ത കഥാപാത്രം നമ്മുടെ കഥയിലെ സെക്കൻഡ് ലേഡി. ആ സെക്കൻഡ് ലേഡിയുടെ പണി എന്താന്ന് വെച്ചാൽ, ഒരു മൂടി വോഡ്കയിൽ 1 ലിറ്റർ വെള്ളം കലർത്തുക. അപ്പൊ വോഡ്കയുടെ മണം ഉണ്ടാവുമല്ലോ.
ഈ മണം മാത്രം വെച്ചിട്ട് ഓൾറെഡി ഫിറ്റായ ഡോസായ കസ്റ്റമേഴ്സിന് ഈ മണമുള്ള പച്ചവെള്ളം വിളമ്പും. എന്നിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു സാധാരണ മദ്യവ്യാപാരി. അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടർ. അവൾക്കൊരു മെസ്സേജ് ലഭിക്കുന്നു. നമ്മുടെ ഹീറോയിൻ അവളെ നാളെ സെമിത്തേരി വന്ന് കാണാൻ പറയും. പിറ്റേന്ന് ഹീറോയിൻ സെമിത്തേരിയിലേക്ക് വരുന്നുണ്ട്. തന്റെ സഹോദരനെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ആ സമയം ഇവളെ കാണാൻ വേണ്ടി ഒരു അപ്പൂപ്പൻ ഒളിഞ്ഞു നിൽപ്പുണ്ടാവും. ഹീറോയിനെ പേഴ്സണലായിട്ട് അറിയുന്ന ഏതൊരു അപ്പൂപ്പനാണത്. അപ്പൂപ്പൻ പറയും, നീ മനസ്സിൽ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അത് ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നീ ജയിലിൽ പോകും എന്നൊരു പ്രധാനപ്പെട്ട ആള് അപ്പൂപ്പനോട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതാരാണെന്ന് ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. ഹീറോയിൻ പറയും, എന്ത് സംഭവിച്ചാലും ഞാൻ വീണ്ടും ജയിലിൽ പോകില്ല, അതിന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. സോ അപ്പൂപ്പൻ പേടിക്കണ്ട, തിരിച്ചു ചെന്ന് പറഞ്ഞു വിട്ട ആളോട് ഇത് പറഞ്ഞോളൂ. ഇപ്രാവശ്യം ഞാൻ ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല, ഇതെന്റെ മാത്രം പ്ലാനാണ്. അങ്ങനെ ഗ്രാൻഡ് പിയോട് ബൈ പറഞ്ഞ് ഇവള് ചെന്ന് കാറിൽ കയറുമ്പോൾ കാറിനകത്തുണ്ടാവും നമ്മുടെ സെക്കൻഡ് ലേഡി. അവള് കൂട്ടുകാരിയെ കണ്ട സന്തോഷത്തിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുശലൊക്കെ പറഞ്ഞിട്ട്, എന്താ നിന്റെ പ്ലാൻ, നീ എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തേം ചോദിക്കും. ഹീറോയിൻ പറയും, ഇപ്രാവശ്യത്തെ ജോലി ഒരു ആഭരണമാണ്. അത് 50 ഫീറ്റ് അണ്ടർഗ്രൗണ്ടിലെ വോൾട്ടിലാണ് ഇരിക്കുന്നത്. ഒരു ഡയമണ്ട് നെക്ലസ്, അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ സെക്കൻഡ് ലേഡി ചോദിക്കും, ആ വോൾട്ടിൽ നിന്ന് എങ്ങനെ ഈ നെക്ലസ് പുറത്തേക്ക് കൊണ്ടുവരുന്നു? അതിന് ഹീറോയിൻ പറയും, നമ്മളൊന്നും ചെയ്യണ്ട, അത് അവര് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നോളും. ഇപ്പൊ ആദ്യം നീ എനിക്ക് താമസിക്കാനും പ്ലാനിങ്ങിനുമായിട്ട് ഒരിടം കണ്ടുപിടിച്ച് തരണം. അങ്ങനെ കൂട്ടുകാരി ആരും പെട്ടെന്ന് കടന്നു ചെല്ലാത്ത ഒരു പഴഞ്ചൻ ഓഡിറ്റോറിയം മുറി ഹീറോയിന് താമസിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ കഥയിലെ മറ്റൊരു കഥാപാത്രം, ഒരു മാൻ മോഡൽ, അത്യാവശ്യം പേര് കേട്ടൊരു മാൻ മോഡലാണ്. ചേട്ടൻ മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട്. ഹീറോയിൻ ജയിലിൽ പോകാൻ കാരണം തന്നെ ഇവനാണ്. ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി ആർട്ട് വർക്കുകൾ സെയിൽ ചെയ്യുക, എക്സിബിഷൻ ചെയ്യുക, ഇതൊക്കെയാണ്. പെട്ടെന്ന് ഹീറോയിൻ കയറി വരുന്ന കണ്ട് അവനോടി രക്ഷപ്പെടാൻ നോക്കും. ഹീറോയിൻ നേരെ അവന്റെ മുന്നിലേക്ക് ചെന്ന് അവനെ ബ്ലോക്ക് ചെയ്ത് പിടിക്കുമ്പോൾ ചെക്കൻ ചിരിച്ചിട്ട്, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നിന്നെ കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു, നീ റിലീസായല്ലേ, വളരെ സന്തോഷം, ഞാൻ നിന്നെ എത്ര മിസ് ചെയ്തു എന്നറിയോ എന്ന് പറയും. അപ്പൊ ഹീറോയിൻ, നല്ല അഴകാർന്ന മുഖം, പക്ഷെ നിന്റെ അകത്ത് 10 വയസ്സ് പോലും പ്രായമില്ലാത്തൊരു പേടിത്തൊണ്ടി പെൺകുട്ടിയാണ്, അത് ഞാൻ മനസ്സിലാക്കിയില്ല, നീ ഒരു പ്രായപൂർത്തിയായ ആണല്ലാത്തോണ്ട് ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവളവന്റെ ഒരു ബട്ടൺസ് മാത്രം കത്തിയും കൊണ്ട് മുറിച്ചെടുക്കും. അത് കഴിഞ്ഞാണ് ഈ മ്യൂസിയം കാണിക്കുന്നത്. എന്താ അച്ചടക്കമായിട്ടാണല്ലേ ബിൽഡിംഗ് ഒക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. ഈ മ്യൂസിയത്തിലാണെങ്കിൽ ഒരുപാട് വിലയുള്ള പെയിന്റിങ്സും ജ്വല്ലറീസും പ്രത്യേക ഡയമണ്ട് നെക്ലസും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഹൈ സെക്യൂരിറ്റി ആണ്, എല്ലാ ഭാഗത്തും CCTV ക്യാമറയുണ്ട്. ഇവരെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ ശ്രമിച്ചാൽ തന്നെ മുഴുവൻ ലോക്കായി അലാം അടിക്കാൻ തുടങ്ങും. സോ അത് വളരെ റിസ്ക് ആണ്, നടക്കാത്ത കാര്യം കൂടിയാണ്. ഇനി അത് നടക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 20 പേരും $500,000 വേണം. ഇതൊന്നുമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സെക്കൻഡ് ലേഡി പറയും. അത് കേട്ട് ഹീറോയിൻ, അത്രയും പേരുടെ ആവശ്യമൊന്നുമില്ല, ഒരു 7 ആൾക്കാർ 20 രൂപയുണ്ടെങ്കിൽ മതി, നമുക്ക് ആ ഡയമണ്ട് പുഷ്പം പോലെ അടിച്ചുകൊണ്ട് വരാം. ഇത് കേട്ട് സെക്കൻഡ് ലേഡി ചോദിക്കും, നീ എന്തിനെത്ര വാശി പിടിക്കുന്നു, ഇപ്പൊ നിനക്ക് ആ നെക്ലസ് അടിക്കാനുള്ള ആവശ്യം എന്താണ്? അതിന് ഹീറോയിൻ, കാരണം ഈ ജോലി മാത്രമേ എനിക്ക് അറിയൂ, അതിലാണ് എനിക്ക് കഴിവുള്ളതും. ഞാനൊരു 1000 തവണ ആലോചിച്ചു കഴിഞ്ഞു, ഓരോ തവണയും പിടിക്കപ്പെടാനുള്ള ചാൻസസ് ഞാൻ ഫിക്സ് ചെയ്യായിരുന്നു. ഇപ്പൊ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാനാണ് എന്റെ കയ്യിലുള്ളത്, നമ്മൾ ഒരിക്കലും പിടിക്കപ്പെടില്ല. ജീവിതകാലം മുഴുവൻ വോഡ്ക മണക്കുന്ന വെള്ളം വിൽക്കാനാണ് നിനക്ക് താല്പര്യമെങ്കിൽ നീ എന്നെ വിട്ടു പോകാം, അല്ല ഈ ഒരൊറ്റ ക്രൈം ലൈഫ് സെറ്റിൽമെന്റ് അതിനൊക്കെ ആണെങ്കിൽ എന്റെ കൂടെ വായോ എന്ന് പറയുമ്പോൾ കൂട്ടുകാരി കുറച്ച് ആലോചിക്കുമെങ്കിലും അവസാനം ഓക്കെ പറയും. അത് കഴിയുമ്പോൾ ഈ മ്യൂസിയത്തിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ആണ് കാണിക്കുന്നത്. ഇതെല്ലാ വർഷവും നടക്കുന്നതാണ്. ഇത് കഴിയുമ്പോൾ വലിയൊരു ഫാഷൻ മീറ്റപ്പും കൂടി ഉണ്ടാവും. ഇതെല്ലാം അവരുടെ ആ മ്യൂസിയത്തിന്റെ പരസ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. ഇത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വലിയൊരു സെലിബ്രിറ്റി അവർക്കുണ്ട്, ഒരു ഫാഷൻ ഐക്കൺ. അവളുടെ പേര് ഡാഫൻ ക്ലൂഗർ എന്നാണ്, ലേശം മണ്ടിപ്പെണ്ണാണ്. സോ അവളെ തന്നെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് നമ്മുടെ ഫസ്റ്റ് ലേഡിയും സെക്കൻഡ് ലേഡിയും തീരുമാനിക്കും. ഇപ്രാവശ്യം പ്രസ് മീറ്റിംഗിൽ ഒരു റിപ്പോർട്ടർ ഡാഫനോട് ചോദിക്കും, വരാൻ പോകുന്ന ഫാഷൻ മീറ്റപ്പിന് നിങ്ങളുടെ ഡിസൈനർ ആരാണെന്ന്. അതിന് ഡാഫൻ പറയും, ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, തീരുമാനിച്ച ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കുമെന്ന്. സോ ആ സംഭവം ഒരു പിടിവള്ളിയായിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ ഉപയോഗിക്കും. ആ പെണ്ണിന് ഒരു ഡിസൈനറിനെ വേണം. സോ അവൾക്ക് വേണ്ട ഡിസൈനറിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇവര് 90s ഒരു പഴയ വയസ്സൻ ഡിസൈനറിനെ ചൂസ് ചെയ്യും. കാരണം ആ സ്ത്രീ ഇപ്പൊ മുഴുത്ത കടത്തിലാണ്. ആ ഡിസൈനർ $5 million കൊടുത്താൽ മാത്രമേ ആ പെണ്ണിന്റെ പാസ്പോർട്ട് തിരിച്ചു കിട്ടുള്ളൂ. കടങ്കാരെല്ലാം ഓഫീസിന് ചുറ്റും വീടിന് ചുറ്റും കാത്തിരിപ്പുണ്ടാവും. മിക്കവാറും അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഈ ഡിസൈനർ ജയിലിൽ പോകുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. സോ പെണ്ണ് പേടിച്ച് ന്യൂട്രലിൻ തിന്നുകൊണ്ട് ഒരു മൂലയ്ക്ക് കുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ലേഡീസ് അവരെ ഒന്ന് കാണുന്നത്. നിങ്ങളൊക്കെ ആരാന്ന പെണ്ണ് ചോദിക്കുമ്പോൾ നമ്മുടെ ലേഡീസ് പറയും, ഞങ്ങൾ വലിയ ഫാൻസാ, കാലാകാലങ്ങളായിട്ട് നിങ്ങളുടെ വലിയ ഫാൻസാണ്. അപ്പൊ ഈ ഡിസൈനർ അവരെ കുറിച്ചുള്ള ഒരു ബ്ലോഗ് കാണിച്ചിട്ട് പറയും, എന്റെ ഡിസൈനൊക്കെ അമ്മൂമ്മ ഡിസൈൻ ആണെന്നാണ് പലരും പറഞ്ഞ് കളിയാക്കുന്നത്. എനിക്ക് ഒരുപാട് പ്രായമായി, ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ മിക്കവാറും ജയിലിൽ പോകും, എന്റെ ജീവിതം തീർന്നു, നിങ്ങൾ പോയിക്കോ
വേറെ വല്ലവരെയും കണ്ടിട്ട് അവരുടെ ഫാൻ ആയിക്കോന്ന് പറഞ്ഞ് ആ പെണ്ണ് കരയാണ്. അപ്പൊ നമ്മുടെ ലേഡീസ് ഇപ്പൊ തനിക്ക് ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങളും വിരലി ചൊടിക്കുന്ന ഞൊടിയിട കൊണ്ട് ഞങ്ങൾ മാറ്റട്ടെ. അതിന് നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഡാഫൈൻ ക്ലൂഗറുടെ ഡിസൈനറായിട്ട് മാറണം. ഈ മെറ്റ്ബോൾ മീറ്റപ്പിന് എന്താ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡിസൈനർ നിങ്ങൾക്ക് പ്രാന്താണോ, ആ പെണ്ണെന്തിന് എന്നെ ചൂസ് ചെയ്യണം, അതിനുള്ള വഴി ഞങ്ങൾ സെറ്റാക്കി തരാം, ഞങ്ങളുടെ കൂടെ വായോന്നും പറഞ്ഞ് ഇവരവരെ പഴയ കെട്ടിടത്തിലേക്ക് ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോവാണ്. എന്നിട്ട് ഡാഫൈന്റെ പിക്ചർ കാണിച്ചു കൊടുക്കും. ഈ സ്ത്രീ ധരിക്കാൻ പോകുന്നത് ഈ ഡയമണ്ടാണ്. ആ ഡയമണ്ട് അവർ മ്യൂസിയത്തിനകത്ത് വോൾട്ടിനകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ നെക്ലസ് അവളെ കൊണ്ട് ധരിപ്പിക്കുക, അതാണ് താൻ ചെയ്യേണ്ട ജോലി. അത് കേട്ട് ഡിസൈനർ പറയും, അത് വോൾട്ടിനകത്ത് സൂക്ഷിച്ചിരിക്കുകയല്ലേ, അതെങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും? അപ്പൊ ഹീറോയിൻ അവർ കൊണ്ടുവരും. ഡഫൈൻ പറയുകയാണെങ്കിൽ അവൾക്ക് വേണ്ടി അവരത് കൊണ്ടുവരും. അപ്പോഴാണ് ഡിസൈനർക്ക് മനസ്സിലാവുക ഇവർ ആ നെക്ലസ് അടിച്ചു മാറ്റാനുള്ള പണിയാണെന്ന്. പക്ഷെ അതിലൊരു ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ തന്റെ എല്ലാ കടവും അടച്ചു തീർക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയതോടെ ഈ ഡിസൈനർ സമ്മതിക്കുകയാണ്. ഇനി അടുത്തത് ഒരു ഇന്ത്യൻ ലേഡി. ആ ലേഡി അമ്മയുടെ പഴയൊരു ഡയമണ്ട് ചെക്കിംഗ് കടയിൽ ജോലി ചെയ്യാണ്. അമ്മയുടെ തെറിയും കേട്ടോണ്ട് ജീവിതം മടുത്ത് വിരക്തി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാലാഖയെ പോലെ നമ്മുടെ ഹീറോയിൻ വന്ന് ആ ലേഡിയെ വിളിച്ചോണ്ട് പോകുന്നു. എല്ലാം പഴയ കള്ളത്തികളാണ്. ഒരു നെക്ലസ് 7 പീസുകളാക്കി മാറ്റിയിട്ട് ആ 7 പീസുകളും പുതിയ 7 ആഭരണങ്ങളാക്കി മാറ്റണം. അതിന് നിനക്ക് എത്ര സമയം വേണം ചോദിക്കുമ്പോൾ ഇന്ത്യക്കാർ പറയും ഒരു 5-6 മണിക്കൂർ വേണ്ടി വരും. അപ്പൊ ഹീറോയിൻ, ഇനി മുതൽ നിനക്ക് നിന്റെ അമ്മയുടെ തെറിയും കേട്ട് ഒരു മൂലയെ കൂടി ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ കൂടെ വരാൻ നിനക്ക് എത്ര സമയം വേണം? പഴയതിനേക്കാളും കുറവ് സമയം മതി. എന്നാ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി വെച്ചോ, നീ ഇറങ്ങേണ്ട സമയമായി എന്നും പറഞ്ഞിട്ട് അവളെ റെഡിയായിരിക്കാൻ പറഞ്ഞ് ഹീറോയിൻ തിരിച്ച് നമ്മുടെ പഴയ കെട്ടിടത്തിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ പുതിയൊരു ലേഡി ഇരിപ്പുണ്ടാവും. അമേരിക്കൻ സോങ്സ് കേൾക്കുന്നവർക്കറിയാം ഇത് റിഹാനയാണ്. അവരെ നാട്ടിൽ പല പാട്ടുകാരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതേതാ ഈ പെണ്ണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ലേഡി പറയും ഇതാണ് വില കുറവിന് എനിക്ക് കിട്ടിയൊരു ഹാക്കർ. തന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ റിഹാന 9 ബാൾ എന്ന് പറയാണ്. ശരിക്കുള്ള പേരില്ലെന്ന് ചോദിക്കുമ്പോൾ അവള് 8 ബാൾ എന്ന് പറയും. ഹീറോയിൻ സെക്കൻഡ് ലേഡിനെ വിളിച്ചോണ്ട് വന്ന് ഇവളെ നമ്പാൻ പറ്റുമോ, മോൻ കണ്ടാൽ തന്നെ ഫ്രോഡാന്നറിയാം, നമ്മുടെ വിവരങ്ങളൊക്കെ ചോർത്തിയാലോ. അത് കേട്ട് സെക്കൻഡ് ലേഡി പറയും ഇവളല്ലാതെ വേറെ ആരെയും കിട്ടാനില്ല, അവള് പുറത്തൊന്നും പറയില്ല, പറഞ്ഞ അവളും കുടുങ്ങില്ലേ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, വിവരമുള്ള പെണ്ണാണെങ്കിൽ മാത്രം കൂടെ നിർത്താന്ന് പറഞ്ഞ് ഇവര് സംസാരിക്കുകയാണ്. അപ്പൊ റിഹാൻ ഇവരെ വിളിച്ചിട്ട് ഞാൻ ആ മ്യൂസിയം ചെക്ക് ചെയ്ത് നോക്കി, തന്റെയൊക്കെ ഫുട് പ്രിന്റ്സ് അവിടെ ധാരാളമായിട്ട് പതിഞ്ഞിട്ടുണ്ട്, അതെന്നെ മതി ആളാരാണെന്ന് കണ്ടുപിടിക്കാം, ആ ഒരു കാര്യത്തിൽ താൻ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവര് ഞങ്ങൾക്ക് മറ്റൊരു ഹാക്കറിനെ അറിയാം, പുള്ളിക്കാരൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവളെ പരീക്ഷിക്കാൻ നോക്കുവാണ്. അപ്പൊ ഇവള് കീബോർഡിൽ ഒരു തട്ട് തട്ടിയിട്ട് ഇവരെ ബിൽഡിങ്ങിലെ ലൈറ്റ് എല്ലാം ഓഫാക്കി കളയും. വീണ്ടും തട്ടി അത് ഓണാക്കി കൊടുക്കുകയാണ്. വെറും ലൈറ്റാണ് ഓണാക്കി കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ആൾക്കാർക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി. ബുദ്ധിയുള്ള പെണ്ണ്, ലൈറ്റ് ഓണാക്കാൻ അറിയാം. പിറ്റേന്ന് 2 ലേഡീസും നമ്മുടെ ഡിസൈനറിനെ വിളിച്ചുകൊണ്ട് ഡാഫൈന് അസൂയുള്ള മറ്റൊരു പെണ്ണിനെ കാണാൻ പോവുകയാണ്, മറ്റൊരു മോഡലിനെ. ലേഡി ടു ലേഡി ജലസ് നന്നായിട്ട് വർക്ക് ചെയ്യുമല്ലോ, ആ ഒരു മാർഗം ഉപയോഗിച്ചിട്ട് ഇവർ ഡാഫൈനെ കുരുക്കാൻ നോക്കുകയാണ്. സോ ഡാഫൈന്റെ എതിരാളിയായ ഒരു മോഡലിനെ കണ്ട് അവളുമായിട്ട് നമ്മുടെ ഡിസൈനർ വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന പോലെ ഫോട്ടോയൊക്കെ എടുത്ത് ഇവര് പബ്ലിഷ് ചെയ്യും. അടുത്ത മീറ്റപ്പിന് ആ പെണ്ണ് ഈ ഡിസൈനറുമായിട്ടാണ് കൈകോർക്കുന്നതെന്ന് പറഞ്ഞ് പല മാസികയിലും ന്യൂസ് കൊടുക്കും. ഈ ന്യൂസ് കണ്ട ഡെഫ്ലിൻ ആ ഡിസൈനറെ മറ്റേ പെണ്ണിന് വിട്ടുകൊടുക്കരുത്, എത്ര രൂപ ചെലവായാലും അവരെ എനിക്ക് വേണ്ടി ജോലി ചെയ്യിക്കണം, അതിനുവേണ്ട ഒരു മീറ്റിംഗ് ഏർപ്പാടാക്കാൻ അവളുടെ മാനേജറോട് പറയും. അങ്ങനെ ഡെഫ്ലിനും നമ്മുടെ ഡിസൈനറും തമ്മിലൊരു മീറ്റിംഗ്. ഈ മീറ്റിംഗിൽ താല്പര്യമില്ലാത്തതുപോലെ സംസാരിക്കും, എന്നാൽ മാത്രമേ അവള് നിന്നെ സെലക്ട് ചെയ്യുള്ളൂ എന്ന രീതിക്ക് നമ്മുടെ ലേഡീസ് ഡിസൈനർക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അവളുടെ കണ്ണി നോക്കി സംസാരിക്കരുത്, അവള് പറയുന്നത് കേൾക്കരുതെന്നും പറഞ്ഞു. ഡിസൈനർ പേടിച്ച് വരച്ചിരിക്കുമ്പോൾ ഇവർ ഒളിച്ചിരുന്ന് ബബിൾ ഊതി അവരെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റിവിടുകയാണ്. സോ ഡിസൈനർ വലിയ പുള്ളിക്കാരിയാന്ന് വിചാരിച്ചിട്ട് താൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, വലിയ ആളായിരിക്കും, എന്തായാലും കുറച്ച് കൂടുതൽ കാശ് കൊടുത്താലും അവരെ തന്നെ കമ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞ് ഇവള് കമ്പൽ ചെയ്ത് നമ്മുടെ ഡിസൈനറെ അവളെ മീറ്റപ്പിന് വേണ്ടി കമ്മിറ്റ് ചെയ്യിക്കുകയാണ്. അങ്ങനെ അത് സെറ്റായി. ഇനി അടുത്ത ക്യാരക്ടർ, ഈ ഐറ്റം സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ക്യാരക്ടർ വേണ്ടേ, അതിനുവേണ്ടി തെരുവി വിദ്യ കാണിക്കുന്ന ഒരു ഏഷ്യൻ കള്ളിപ്പെണ്ണിനെ ഇവർ ചൂസ് ചെയ്യും. ആ പെണ്ണ് കാർഡ് വെച്ച് ഒരു പാവം ചെറുക്കനെ പറ്റിച്ച് അവന്റെ ഇന്ന് കാശും അടിച്ചിട്ട് വിഷമിക്കണ്ട, പോയ പണം പല വഴിയിൽ തിരിച്ചു വരുന്ന പറഞ്ഞ് ആ വിഷമക്കാരനെ കെട്ടിപ്പിടിച്ച് അവന്റെ കയ്യിൽ നിന്ന് വാച്ചും അടിച്ചു മാറ്റും. സോ ഇവള് തന്നെയാണ് പറ്റിയ ആളെന്നും പറഞ്ഞ് നമ്മുടെ പിള്ളേർ ആ പെണ്ണിനെ കണ്ട് ഇന്ന പോലെ ജോലിയുണ്ട്, അതിൽ നിനക്ക് ഇന്ന പോലെ പണം തരാമെന്നും പറയും. പണം കമ്മീഷനായിട്ട് പറ്റത്തില്ല, ഷെയർ തന്നെ വേണമെന്ന് പറഞ്ഞ് അവള് ഡീൽ ഉറപ്പിക്കുകയാണ്. പോകാൻ നേരം 2 പേരെ വാച്ചും അടിച്ചിട്ട് പോകുന്നുണ്ട്. എന്നാൽ അവളറിയില്ല അവളെക്കാളും വലിയ പെരുങ്കള്ളികളാണ് ഇവളുമാര് 2 പേരെന്ന്. ഹീറോയിൻ തിരിച്ചു വിളിച്ചിട്ട് മോളൊന്ന് വരുമോ, ആ വാച്ചുകളൊന്ന് തിരിച്ചു തന്നിട്ട് പോകോ എന്ന് ചോദിക്കും. പെണ്ണ് വാച്ച് കൊടുത്തിട്ട് സോറി അറിയാതെ പറ്റിയതാന്ന് പറയുമ്പോൾ ഇവര് കുഴപ്പമില്ല, അങ്ങനെ സംഭവിക്കാം എന്നും പറഞ്ഞ് അവളെ വിട്ടാണ്. അത് കഴിഞ്ഞ് അടുത്ത കഥാപാത്രം വളരെ നല്ലൊരു വീട്ടമ്മ. കൊച്ചിനെയും നോക്കി ഭർത്താവിനെയും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വീട്ടമ്മയ്ക്കൊരു കോള് വരുന്നത്. ഞാൻ നിന്റെ ഗ്യാരേജിലുണ്ട്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വായോ, എന്നെ വീടിനകത്തേക്ക് വരുത്തരുത്. ഈ പെണ്ണ് നേരെ ഗ്യാരേജിലേക്ക്
പോവാണ്. അവിടെ നമ്മുടെ ഹീറോയിൻ ഉണ്ടാവും. ഹീറോയിനെ കണ്ട ഉടനെ അവളെ ദേഷ്യപ്പെട്ട്, നീ എന്തിനാ ഇപ്പം എന്നെ കാണാൻ വന്ന്? ഞാൻ കുടുംബമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുകയാണ്. നിന്റെ പോലത്തെ കള്ളപ്പണികളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നെ വിട്ടേക്ക്, ഞാൻ ഒരു പരിപാടിയിലും ചേരാൻ പോകുന്നില്ല. അത് കേട്ട് ഹീറോയിൻ പറയും, പഴയ എല്ലാ പണിയും നിർത്തിയോ നീ? ട്രക്കിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന പണിയെല്ലാം നിർത്തിയോ? അപ്പൊ ഈ കാണുന്നതൊക്കെ എന്തിനാ? സ്വന്തം ഉപയോഗത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണോ? കാരേജിൽ ഒരുപാട് സാധനങ്ങൾ, ഏതോ ട്രക്കിൽ നിന്ന് അടിച്ചു മാറ്റിയ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് പെണ്ണ്. ഇതെല്ലാം എൻ്റെ കുടുംബത്തിന്റെ ഉപയോഗത്തിനാണെന്ന് പറയാവുള്ളൂ. നീ ചെയ്യുന്ന ജോലി എന്താണെന്ന് ഞാൻ നിന്റെ കെട്ടിയവനോട് പറയും. എന്നെ കൊണ്ടങ്ങനെ പറയിക്കരുത്. അല്ലെങ്കിൽ വേണ്ട, നിന്റെ ഷെയർ എത്രയാണെന്ന് ഞാൻ പറയാം. എന്നിട്ട് നീ സമ്മതിക്കുകയാണെങ്കിൽ മതിയെന്നും പറഞ്ഞ് ഹീറോയിൻ അവളുടെ കാതില് എത്ര ഷെയറാ കൊടുക്കാൻ പോണെന്ന് പറയും. ആ അമൗണ്ട് കേട്ടുടനെ വളരെ വിഷമത്തോടെ പെണ്ണ് സമ്മതിക്കുകയാണ്, ഞാനും ഉണ്ടെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ടീം സെറ്റായി എല്ലാവരും ചേർന്ന് പഴയ ബിൽഡിങ്ങിൽ കൂട്ടം കൂടി കുടുംബശ്രീ വർത്താനം പറയുകയാണ്. ഇന്ന് ലീവായ സുമതിയുടെ കള്ളക്കാമുകന്റെ കഥയാണ് ടോപ്പിക്. അങ്ങനെ കുശലം പറഞ്ഞു കഴിഞ്ഞ് ഇവർ സബ്ജക്റ്റിലേക്ക് കടക്കും. ആ ഡയമണ്ട് നെക്ലസ് അടിച്ചാൽ ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഷെയർ $16,50,000 ആണ്. ഇനിയും കുറച്ച് നാളുകളിൽ ആ മ്യൂസിയത്തിൽ വെച്ച് ഒരു കോസ്റ്റ്യൂം എക്സിബിറ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ 9 Ball അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്ക് ചെയ്യും. നമ്മളെല്ലാവരും പല വേഷത്തിൽ ആ മ്യൂസിയത്തിലേക്ക് കടക്കും. ഓരോരുത്തരും ചെയ്യേണ്ട ജോലി എന്താണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഹീറോയിൻ ബാങ്കിൽ വിളിച്ച് ഒരു കമ്പനിയുടെ പേരിൽ കുറച്ചധികം പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയും. എന്നിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയില്ല. അത് കഴിയുമ്പോൾ ഇവരൊരു 3D പ്രിന്റർ കൊണ്ടുവരുന്നുണ്ട്. ക്രിസ്റ്റൽ ഷേപ്പിൽ സാധനങ്ങൾ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രിന്റർ, സിർക്കോണി ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെ ഒരു പ്രത്യേക ഗ്ലാസും നമ്മുടെ വീട്ടമ്മ ലേഡി കൊണ്ടുവരുന്നുണ്ട്. ആ ഗ്ലാസ് ധരിച്ച് ഈ ഡയമണ്ട് നെക്ലസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്ലാസ് നെക്ലസിനെ സ്കാൻ ചെയ്ത് അതിന്റെ കോപ്പി ഇവർക്ക് അയച്ചു കൊടുക്കും. സോ ആ കോപ്പി ഉപയോഗിച്ച് ഇവർ 3D പ്രിന്ററിൽ അതേപോലത്തെ നെക്ലസ് ഉണ്ടാക്കാം. എന്നിട്ട് ആ ഉണ്ടാക്കിയ നെക്ലസ് ഒറിജിനലായിട്ട് സ്വിച്ച് ചെയ്താൽ മതി. അതാണ് പ്ലാൻ. അത് കഴിയുമ്പോൾ ഡിസൈനറും ഇന്ത്യക്കാരെയും കൂടി മ്യൂസിയത്തിലെ ആൾക്കാരെ ചെന്ന് കാണും. ഡെഫ്ലിൻ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞിട്ട്. ഡെഫ്ലിൻ ഇപ്രാവശ്യം മീറ്റപ്പിന് നിങ്ങളുടെ മ്യൂസിയത്തിലെ ആ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡയമണ്ട് നെക്ലസ് ധരിക്കാനാണ് ആഗ്രഹിക്കണമെന്നുള്ള കാര്യം ഇവർ പറയും. എന്നാൽ അവരുടെ മാനേജർ അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ആ നെക്ലസിന് $150 million വില. അത് വോൾട്ടിന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ തന്നെ പുതിയ ഇൻഷുറൻസ് പോളിസിയുടെ ആവശ്യമുണ്ട്. എക്സ്ട്രാ സെക്യൂരിറ്റി ടീമും വേണം. അതുകൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല, ബുദ്ധിമുട്ടാണ്, കഴിയില്ല എന്ന് തന്നെ അയാൾ തറപ്പിച്ച് പറയും. അപ്പം നമ്മുടെ ഡിസൈനർ ഈ മ്യൂസിയത്തിനെ കുറിച്ച് ലോക ജനതയ്ക്ക് കാര്യമായ അറിവൊന്നുമില്ല, ഒരു വിലയില്ല, അതാണ് സത്യം. പക്ഷെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു നെക്ലസ് നമ്മുടെ മ്യൂസിയത്തിലുണ്ടെന്ന് ലോകരാജ്യത്തിന് അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു മാർക്കറ്റിംഗ് അല്ലേ? ജനം അത് കാണാൻ ഈച്ച പോലെ ഈ മ്യൂസിയത്തിൽ പൊതിയും. നിങ്ങൾക്ക് വരുമാനം കുന്നുകൂടും. ആ നെക്ലസ് ഇങ്ങനെ വെറുതെ വോൾട്ടിനകത്ത് പൂട്ടി വെച്ചത് കൊണ്ട് മാത്രം എന്തേലും ലാഭമുണ്ടോ? എന്തേലും ഉപകാരമുണ്ടോ? അതുകൊണ്ടൊരു പ്രയോജനം ആയിക്കോട്ടെ, ആർക്കും നഷ്ടം വരുന്നില്ലല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഡിസൈനർ മാനേജറെ നിർബന്ധിക്കുകയാണ്. അവസാനം പുള്ളി സമ്മതിക്കും. അങ്ങനെ ധരിക്കുന്നതിന് മുന്നേ ഒരു തവണ ഈ നെക്ലസ് കാണാൻ വേണ്ടി ഡിസൈനറിനെയും ഇന്ത്യക്കാരിനെയും അവർ വോൾട്ടിനകത്തേക്ക് കൊണ്ടുപോവാണ്. പോയി നെക്ലസ് എടുത്ത് കാണിച്ച ഉടനെ നമ്മുടെ പെണ്ണ് കണ്ണട എടുത്ത് വെച്ച് ആ നെക്ലസ് സ്കാൻ ചെയ്യാൻ തുടങ്ങും. പക്ഷെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇവർ 50 അടി താഴ്ചയിലായതുകൊണ്ട് ഈ കണ്ണടയ്ക്ക് സിഗ്നൽ കിട്ടുന്നില്ല. അതിനെ കൊണ്ട് സ്കാൻ ചെയ്ത് ഡാറ്റ അയക്കാൻ കഴിയുന്നില്ല. ഇവിടെ ചൈനക്കാരി മോണിറ്ററിനിട്ട് തട്ടി നോക്കുന്നുണ്ട് എന്തേലും നടക്കുന്നുണ്ടോന്നറിയാം. ഇവർ കൊടുത്ത ഹെഡ്ഫോൺ നമ്മുടെ ഡിസൈനറുടെ ചെവിയിലുണ്ടാവും. ഇവരിവിടുന്ന് പറയാണ്, നിങ്ങൾ ഒരുപാട് താഴ്ചയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ സിഗ്നൽ കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ആ നെക്ലസ് ടോപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതിന് വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പുതിയൊരു നാടകമാണ്. ഈ ഇരുണ്ട വെളിച്ചത്തി നെക്ലസ് കണ്ടു കഴിഞ്ഞാൽ അതിനൊത്ത വസ്ത്രം തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സൺലൈറ്റിൽ തന്നെ കാണണം, എനിക്കത് നിർബന്ധമാണെന്ന് ഡിസൈനർ പറയും. സോ വേറെ വഴിയില്ലാതെ മ്യൂസിയക്കാര് സൂര്യ വെളിച്ചത്തി ആ നെക്ലസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സെക്യൂരിറ്റിയോടുകൂടി തന്നെ നെക്ലസ് എടുത്തുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരും. അവിടെ വെച്ച് നല്ല സിഗ്നൽ കിട്ടുമ്പോൾ ഡിസൈനർ കണ്ണടയും വെച്ച് അതിനെ സ്കാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെ മെല്ലെ മെല്ലെ സ്കാൻ ആവുന്നുള്ളൂ. അവൾ ഉമ്മ കൊടുക്കുന്ന പോലെ ഈ ഡയമണ്ടിനെ വീക്ഷിക്കുന്ന കണ്ട് അവിടുത്തെ സ്റ്റാഫ് പേടിച്ച് ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ഇന്ത്യക്കാരി പറയും ഇതവരുടെ പ്രോസസ്സാണ്, കുറച്ചേരം ഇങ്ങനെ വീക്ഷിച്ചാൽ മാത്രമേ അവർക്ക് കല മനസ്സിൽ നിന്ന് പൊട്ടിയുണ്ടാവുള്ളൂ, അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്, കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറയും. കറക്റ്റ് 100% ആവുമ്പോൾ ഇവിടെ എല്ലാവരും കൂക്കി വിളിക്കുന്നു, നമ്മുടെ ഡിസൈനർ പൂർത്തിയായി, പണി പൂർത്തിയായി, ഇനി നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാന്ന് പറയും. അങ്ങനെ അത് കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർ ഇവിടെ 3D പ്രിന്ററും ഉണ്ട്. ആ നെക്ലസിന്റെ അതേ രൂപത്തിലുള്ള അച്ചട്ടായിട്ട് തോന്നുന്ന പോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെക്ലസ് ഉണ്ടാക്കും. ഇവിടെ ഡാഫ്ലിന് നെക്ലസിന് പകരം സേഫ്റ്റി പിന്നും കൊണ്ടൊരു നെക്ലസ് ഉണ്ടാക്കി മോഡലായിട്ട് അണിയാൻ കൊടുത്തിരിക്കുകയാണ്. ഒറിജിനൽ അണിഞ്ഞു നോക്കാൻ കിട്ടാത്തതുകൊണ്ട് അവൾ കിടന്ന് മോങ്ങി കരയായിരിക്കും. അത് കഴിയുമ്പോൾ പിറ്റേന്ന് നമ്മുടെ ആൾക്കാർ 2 പേര് ഈ മ്യൂസിയത്തിലേക്ക് വരുന്നുണ്ട്. ഹീറോയിന്റെ കയ്യിൽ പ്രത്യേകതരം എന്തോ ഒരു സാധനം, പേപ്പർ പോലത്തെ ഒരു സാധനമുണ്ട്. അതും കൊണ്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം ഒരു സെക്യൂരിറ്റിന്റെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബിനി സെക്യൂരിറ്റിയുടെ അടുത്ത് ചെന്ന് കൊഞ്ചും ഭാഷയിൽ ആംസ്റ്റർഡാമിലേക്കുള്ള വഴി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ വഴി പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴാണ്
ഒരു തിരക്ക് കാണും. മ്യൂസിയത്തിന്റെ മൂലയ്ക്ക് ഒരു തിരക്ക്. ചെന്ന് നോക്കുമ്പോണ്ട് പുതിയൊരു പെയിന്റിങ് ആരോ കൊണ്ടുവന്ന് തറച്ചു വെച്ചിട്ട് പോയിരിക്കുക. നല്ല പെയിന്റിങ്ങാ, അത്യാവശ്യം വിലയുള്ള നല്ലൊരു പെയിന്റിംഗ് ആണ്. ഇതാരാടാ പുതിയതായിട്ടൊരു സാധനം കൊണ്ടുവന്ന് ഇവിടെ തറച്ചു വെച്ചിരിക്കുന്നു. നമ്മുടെ ഹീറോയിന്റെ പണിയാണത്. ഉടനെ മ്യൂസിയക്കാര് സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ആൾക്കാരെ വിളിച്ച് ഇതാരാ അറിവില്ലാത്ത ഏതോ ഒരാള് പുതിയൊരു പെയിന്റിംഗ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെക്യൂരിറ്റി സിസ്റ്റത്തിൽ അതൊന്നും ഡിറ്റക്റ്റ് ആയിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് മ്യൂസിയത്തിന് മനസ്സിലാകാതെ പോയത്, അറിയാതെ പോയതെന്ന് ചോദിക്കും. അതിന് ആ സിസ്റ്റത്തിന്റെ ആൾക്കാര്, സാർ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രോഗ്രാം മ്യൂസിയത്തിൽ നിന്നും എന്തെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോയാൽ മാത്രമേ അലാം ചെയ്യുള്ളൂ. അകത്താരെങ്കിലും പേപ്പറോ കടലാസോ കൊണ്ടുവന്ന് വെച്ചാൽ അതിനത് ഡിറ്റക്ട് ചെയ്യില്ല. അങ്ങനത്തെ ഒരു സംവിധാനം അതിനകത്തില്ല എന്ന് പറയും. അത് കേട്ട മ്യൂസിയക്കാര് അത് വലിയൊരു ഭാഗപ്പിഴയാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഇൻ ആൻഡ് ഔട്ട് രണ്ടും മാർക്ക് ചെയ്ത് കാണിക്കണം എന്ന് പറയും. സോ സെക്യൂരിറ്റി അതിനുള്ള പുതിയ പ്രോഗ്രാം ഞങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇനി ഈ ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ നോക്കാന്ന് പറഞ്ഞിട്ട് പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഈ സമയത്ത് ക്ലീനിങ് സ്റ്റാഫ് മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അവരുടെ കയ്യിൽ നമ്മുടെ ഏഷ്യൻ ലേഡി അവർ ID കാർഡും അടിച്ചു മാറ്റി റിഹാനയുടെ കയ്യിൽ കൊടുക്കും. അവൾ അങ്ങനെ ആ ID കാർഡും കൊണ്ട് ക്ലീനിങ് ലേഡിയെ പോലെ ഈ മ്യൂസിയത്തിന്റെ മെയിൻ മീറ്റിംഗ് ഹാളിലേക്ക് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടോ എടുത്തോണ്ട് പോകാന്ന് ചോദിച്ച് വേസ്റ്റ് ബാസ്ക്കറ്റ് എടുക്കുന്ന പോലെ ആ ബാസ്ക്കറ്റിൽ ഒരു ഓഡിയോ ക്യാപ്ചറിംഗ് ഡിവൈസും വെച്ചിട്ട് മെല്ലെ നൈസായിട്ട് ഇറങ്ങി വരികയാണ്. അവർ ആ മുറിയിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഇവർ പുറത്തേക്ക് ചോർത്തിയെടുക്കും. അങ്ങനെ സിസ്റ്റത്തിലെ ചേഞ്ച് എപ്പോഴാണ് അവർ വരുത്താൻ പോണേന്ന് കറക്റ്റായിട്ട് ഇവർ മനസ്സിലാക്കി ആ ചേഞ്ച് വരുത്തുന്ന സമയത്ത് തന്നെ ഇവർ ആ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്ക് ചെയ്ത് അകത്തേക്ക് കയറാൻ ശ്രമിക്കും. സോ ഒരേ സമയം അവരും ചേഞ്ച് വരുത്തുന്നു, ഇവർ കയറാനും ശ്രമിക്കുന്നു. അങ്ങനെയാകുമ്പോൾ അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനകത്ത് മറ്റാരെങ്കിലും കടന്നാക്രമിച്ചോ എന്നുള്ളത് അവർക്ക് ഡിറ്റക്ട് ആവില്ല. അത് കഴിഞ്ഞ് ഈ നെക്ലസ് സ്വിച്ച് ചെയ്യണമെങ്കിൽ ആ ഭാഗത്ത് സെക്യൂരിറ്റി ക്യാമറ ഉണ്ടാവാൻ പാടില്ല. ആ മ്യൂസിയത്തിന്റെ എല്ലാ ഭാഗത്തും സെക്യൂരിറ്റി ക്യാമറ ഉണ്ട്. ഇല്ലാത്ത ഒരേ ഒരു സ്ഥലം ടോയ്ലറ്റ് മാത്രമാണ്, ബാത്റൂം മാത്രമാണ്. ഈ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബ്ലൈൻഡ് സ്പേസും ഉണ്ട്. അവിടെ ക്യാമറ വെക്കാൻ പാടില്ല, അത് പ്രൈവസി വയലേഷനാണ്. ഇനിയിപ്പോൾ ആ ബാത്റൂമിൽ നിന്ന് നെക്ലസ് അടിച്ചു മാറ്റിന്ന് തന്നെ വെക്കേ. നെക്ലസ് കാണാതായി കഴിഞ്ഞ സമയം മുതൽ ആ ബാത്റൂമിൽ നിന്ന് ആരൊക്കെയാണോ പുറത്തേക്ക് വരുന്നത് അവരായിരിക്കും പ്രൈം സസ്പെക്റ്റ് ആയിട്ട് വരിക. സോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള വഴിയാണ് അടുത്തത്. നമുക്ക് വേണ്ടി മറ്റൊരാളാണ് അതെടുത്തു തരാൻ പോണേന്ന് ഹീറോയിൻ പറയും. ഇത് കേട്ട ഇന്ത്യക്കാരി താൻ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ 5 വർഷവും 8 മാസവും 12 ദിവസവും ഞാൻ ഇതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് ജയിലിനകത്ത് വെച്ച്. അത് കഴിഞ്ഞ് ഈ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ കമ്പ്യൂട്ടറിനകത്ത് കയറണമല്ലോ. പുള്ളിക്കാരന്റെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്ത് അയാൾക്ക് പട്ടികളോട് ഒരുപാട് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹാക്കർ റിഹാന പട്ടിക്കുട്ടികളുടെ ചിത്രമുള്ള ഒരു ബ്ലോഗ് ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് അയക്കും. അയാൾ ഈ കുഞ്ഞു പട്ടികളെ കണ്ട സന്തോഷത്തിൽ ഒന്നും ചിന്തിക്കാതെ അതിന്റെ ലിങ്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യാണ്. സോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത ഉടനെ അയാളുടെ കമ്പ്യൂട്ടറിന്റെ മുഴുവൻ കൺട്രോളും നമ്മുടെ പെണ്ണിന് കിട്ടും. അത് കഴിഞ്ഞ് അയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയതിനു ശേഷം ഇവളെ ഹെഡിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രത്യേകിച്ച് ബാത്റൂമിന്റെ ഭാഗത്തുള്ള 2 ക്യാമറയുടെ ആക്സസ് എടുക്കും. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ വീട്ടമ്മ ചേച്ചിയില്ലേ, അവർ വോഗ് എന്ന ഫാഷൻ മാഗസീനിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരുടെ കമ്പനിയിൽ ജോലിക്ക് കയറും. ഈ കമ്പനിയാണ് മ്യൂസിയമായിട്ട് കൊളാബ് ചെയ്ത് ഈ ഫാഷൻ മീറ്റപ്പ് നടത്തുന്നത്. അവരാണ് ഏത് ടേബിളിൽ ആരൊക്കെയാണ് ഇരിക്കേണ്ടതെന്ന് തീരുമാനിക്കുക. അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പെണ്ണത് കണ്ണാടി കൂടെ സ്കാൻ ചെയ്ത് അതിന്റെ ഇമേജ് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഡാഫൻ ക്ലൂഗറിന്റെ അടുത്ത് ആരൊക്കെയാണ് ഇരിക്കണേ എന്നുള്ളത് നമ്മുടെ ലേഡീസ് മനസ്സിലാക്കും. അവളുടെ തൊട്ടടുത്ത് ഒരു സീറ്റ് കാലിയാണ്. അവിടേക്ക് ആ പെണ്ണിന് വേണ്ട ഡേറ്റിനെയാണ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങോട്ട് ഇതുവരെ സജഷൻ വന്നിട്ടില്ല. സോ നമ്മുടെ വീട്ടമ്മ ക്ലോഡ് ബെക്കറില്ലേ, അതായത് ഹീറോയിനെ പറ്റിച്ച ആ ഫാഷൻ ഐക്കൺ പഴയ കാമുകൻ, അയാളുടെ പേര് സജസ്റ്റ് ചെയ്യും. അങ്ങനെ ഡാഫൻ ക്ലൂഗറുടെ തൊട്ടടുത്ത സീറ്റിൽ അയാളാണ് വന്നിരിക്കുക. പക്ഷെ നമ്മുടെ ലേഡീസ് ആണ് ഇതിന് കാരണം എന്നുള്ളത് അയാൾക്കറിയില്ല. ഒരു നോർമൽ കോള് കിട്ടിയിട്ട് വന്നാണെന്നാണ് അയാൾ വിചാരിക്കുക. പുള്ളി വന്ന ഉടനെ പഞ്ചാര വാക്കൊക്കെ പറഞ്ഞ് ഡാഫനെ വളയ്ക്കുന്നുണ്ട്. ഈ ക്ലൂഗറിനെ കണ്ട നമ്മുടെ വീട്ടമ്മ ഹീറോയിനെ വിളിച്ച്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, ഈ ഒരു ചളിയനെയാണോ നീ സ്നേഹിച്ചത്, ശരിക്കും അവൻ എങ്ങനെയാണ് നിന്നെ കുടുക്കിയെന്ന് ചോദിക്കും. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്.